പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങള്ളൂരാണ്. എല്ലാവർക്കും മലയോര നാടിൻ്റെ വേണ്ടതും വേണ്ടാത്തതും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വേണ്ടതും വേണ്ടാത്തതും എന്ന പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്ന വിഷയം കൊല്ലം സുധിയുടെ ഭാര്യ രേണുവുമായി ബന്ധപ്പെട്ടതാണ്. കൊല്ലം സുധി എന്ന കലാകാരൻ കേരളത്തിൽ ഒട്ടുമുക്കാൽ ആളുകൾക്കും അറിയാവുന്ന ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ മരണം നമുക്കേവർക്കും വളരെയേറെ ദുഃഖം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതിനുശേഷം സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിയ കുടുംബത്തെ സഹായിക്കാൻ പലരും ശ്രമിച്ചിരുന്നു. അത്തരം ശ്രമങ്ങളൊക്കെ നല്ല ഒരു അഭിപ്രായത്തിലാണ് അവസാനിച്ചത്. അങ്ങനെ അവർക്കൊരു സ്വന്തമായൊരു ഭവനം വരെ വെച്ചു കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിൽ ആളുണ്ടായി. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ ആ സമയത്ത് അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച മലയാളികൾ വളരെ അഭിനന്ദനം അർഹിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഒരു ജീവിത മാർഗം തേടി അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു ഒരു അഭിനയ രംഗത്തേക്ക് എത്തിയത് മുതൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറേ അപവാദങ്ങൾ, പ്രചരണങ്ങൾ ഒക്കെ നമുക്കേവർക്കും പലർക്കും ദുഃഖമുണ്ടാക്കിയ സംഭവം തന്നെയാണ്. സന്തോഷിക്കുന്നവരുണ്ടായിരിക്കാം, എനിക്ക് അറിയത്തില്ല. അതിൻ്റെ ചുവട് പിടിച്ച് ചില വീഡിയോകളും അവരെ കളിയാക്കുന്ന ചില വീഡിയോകളും കാര്യങ്ങളും ഒക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ട്രോളിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിൽ പോലും മറ്റ് ചില ഭാഗത്തു നിന്ന് വളരെയേറെ വിമർശനാത്മകമായ സമീപനങ്ങൾ പലരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത്തരം പ്രവർത്തികൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവരൊരു ജീവിതമാർഗം തിരഞ്ഞെടുത്തത് അവരുടെ ഭർത്താവിൻ്റെ മേഖലയായ കലാരംഗത്തേക്കാണ് എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ വളരെ വലുതാണ്. പാവം ആ സ്ത്രീക്ക് പറയാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് അവരോട് ചോദിക്കുന്നത്. എന്നിട്ടും അവർക്ക് പറയാവുന്ന കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണത്. എല്ലാവരും അഭിനയ രംഗത്തേക്ക് വന്നിട്ടുള്ളവർക്കൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ പലരും ട്രോൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലുപരി ആ സ്ത്രീയെ വേട്ടയാടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുകയാണ്. നമുക്ക് വേണ്ടാത്ത ഒരു കാര്യമാണ്. നമ്മളെന്തിനാണ് ആവശ്യമില്ലാത്ത അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ മോശമാക്കി സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്? നമുക്കതുകൊണ്ട് എന്ത് ഗുണമാണ്? മറ്റുള്ളവർ കാണുമ്പം ചിലപ്പം ഒന്ന് ചിരിക്കാമായിരിക്കും. പക്ഷെ അതിനപ്പുറം അവരുടെ ഒരു തൊഴിലാണ്, അതവരുടെ ജീവിതമാണ്. ഭർത്താവില്ലാത്തൊരു സ്ത്രീ, അവർക്ക് ജീവിക്കാൻ മാർഗമില്ല. അവർ തിരഞ്ഞെടുത്ത വഴിയിലൂടെ അവർ പൊയ്ക്കോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് നമ്മൾ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. വളരെ വേദനയുണ്ട്. കൊല്ലം സുധി എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പല പ്രാവശ്യവും കൊല്ലത്ത് ഉപാസന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇങ്ങനെ വേട്ടയാടുന്നതിൽ എനിക്കും വല്ലാത്തൊരു വിഷമമുണ്ട്. അവരുടെ ഭാഗമായി അവരുടെ തൊഴിൽ ചെയ്ത് ജീവിച്ചോട്ടെ. നമുക്ക് നമ്മുടെ തൊഴിലുകളുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഇടപെട്ട് പോകാം. നമുക്ക് വേണ്ടാത്ത ഒരു വിഷയമാണ് സുധിയുടെ ഭാര്യയുടെ വിഷയം. അവരെങ്ങനെയോ ആയിക്കോട്ടെ, അവരെങ്ങനെയോ ജീവിക്കട്ടെ, അങ്ങനെ നമ്മൾ കരുതണം. മലയാളികൾ അവരെ വേട്ടയാടുന്ന പരിപാടികൾ നിർത്തണം. അത് ഒരു വലിയ വിഷയമായി തന്നെ നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ കൊല്ലം സുധിയുടെ ഭാര്യയെ വേട്ടയാടപ്പെടുന്നതിൻ്റെ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവരെ ഇങ്ങനെ വേട്ടയാടുന്നത്? അവർ ജീവിച്ചു പോയിക്കോട്ടെ, അവരെ ജീവിക്കാൻ വിടുക. നമ്മൾ നമ്മുടെ അവസ്ഥയിലല്ല, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ അവസ്ഥയിലല്ല അവരുടെ സാമ്പത്തികമായ അവസ്ഥ.
അവരുടെ ജീവിതം അവർ കണ്ടെത്തുന്നതാണ്. അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവരതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജീവിതമാർഗത്തിലേക്ക് എടുത്ത് ചാടിയതാണ്. അതിനെ നമ്മൾ ട്രോളി കൊല്ലരുത്. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അതാണ് മലയോര നാട് TV ക്ക് പറയാനുള്ളത്.